ഈ ഷാനവാസിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഷാനവാസ് ആരെയും പെട്ടെന്ന് വിശ്വസിക്കത്തില്ല. എന്ത് കാര്യവും ചെയ്യുമ്പോഴും അത് കുറേ ചിന്തിച്ചാലോചിച്ചൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവർ എവിടെയെങ്കിലും ഇരുന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെക്കുറിച്ചാണോ പറയുന്നതെന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിയാണ് ഷാനവാസ്. ഇത് കൊള്ളാം, നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. പക്ഷേ ഇത് 100 ദിവസമുള്ള വെറും ഒരു ഗെയിം. അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ മാറ്റേണ്ടത് ചില കാര്യങ്ങളുണ്ട്, അത് മാറ്റണം. ജെനുവിനായിട്ടാണ് ഷാനവാസ് അവിടെ നിൽക്കുന്നത്. പുള്ളിക്കാരൻ്റെ സ്വഭാവം ഇതാണ്. അതേ ലെവലിൽ തന്നെയാണ് പുള്ളിക്കാരി കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഗെയിമിനല്ലേ ചെന്ന് നിൽക്കുന്നത്. അപ്പൊ ഇപ്പം പെൺകുട്ടികളെ ഇടി, വീട്ടുകാരെയൊക്കെ വിളിക്കുന്ന സ്വഭാവം പുള്ളിക്കാരനുണ്ട്. അത് അയാളുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ അത് മാറ്റേണ്ട ആവശ്യം എന്താ ബിഗ് ബോസിലുണ്ട്. കാരണം പലരും അവിടെ തിരുത്തേണ്ട സമയത്തെ ആ കാര്യങ്ങളെ തിരുത്തണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്താണോ അവിടെ പ്രതിഫലിപ്പിക്കുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. അപ്പൊ തിരുത്തണമെന്ന് പറയുന്നിടത്ത് നമ്മൾ അവിടെ തിരുത്തണം. മനസ്സിലായോ? അങ്ങനെ ചെയ്യണം. അത് കണക്ക് തന്നെ ഷാനവാസിന് ഗെയിം അറിയാതെ ആണ് ആ വീട്ടിനുള്ളിൽ നിൽക്കുന്നത് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷേ ഒരു ഗെയിമിലല്ലേ വന്ന് നിൽക്കുന്നത്, ബിഗ് ബോസിലല്ലേ വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നത്. മനസ്സിലായി? അത് മനസ്സിലാക്കുന്നില്ല. ആകെ 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് നമുക്ക് എന്ത് മാറ്റം വരുത്താം, എന്ത് ഗെയിം അവിടെ കളിക്കാം എന്നൊക്കെ ചിന്തിച്ച് വേണം അവിടേക്ക് വരേണ്ടത്. ഷാനവാസും അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഷാനവാസ് അവിടെ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ എന്താണ്, പുള്ളിക്കാരൻ ആ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. പുള്ളിക്കാരൻ അതിൽ നിന്ന് മാറാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പുള്ളിക്കാരനെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ പുള്ളിക്കാരനെതിരെ ആരെങ്കിലും സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ടെൻഷനാണ്. അയ്യോ, അവരെന്നെ കുറിച്ചാണോ പറയുന്നത്, എന്നെയാണോ എതിർക്കുന്നത് എന്ന് വെച്ചാലും എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരവിടെ ഇരുന്ന് പറഞ്ഞാൽ അവരെന്നെ കുറിച്ചാണ് പറയുന്നത് എന്നൊരു ചിന്താഗതി. ഉം, ഉം. വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഷാനവാസിന് നല്ല മാനിപ്പുലേഷൻ ചെയ്ത ആൾക്കാരെ തിരുത്താനുള്ള കഴിവുണ്ട് കേട്ടോ. അതിലെ നൂറൊക്കെ അമ്മാതിരി തിരുത്തി മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ കഴിവുള്ള വ്യക്തി ഈ ബിഗ് ബോസിനകത്ത് നല്ല സൂപ്പറായിട്ട് വിജയിക്കാൻ പറ്റും. മാനിപ്പുലേഷൻ നടത്തി ബിഗ് ബോസിനകത്ത് നിലനിൽക്കാൻ പുള്ളിക്കാരന് പറ്റും. പക്ഷെ പുള്ളിക്കാരന്റെ ഗെയിം ആർക്ക് നേരെയാണ്? ആകെ ഒരു ഷാനവാസ് അല്ല, അനീഷും ആകെ ഒരു അക്ബറും. ഇവരുടെ പിന്നാലെയാ ഷാനവാസിന്റെ ഗെയിം നടക്കുന്നത്.